അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകൻ 35:21 വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. ഒരുപക്ഷെ കാണാനാകാത്ത, വാരി പുണരാനോ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കാനോ സാധിക്കാത്തൊരു ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപിലും വിനീത ഹൃദയമുള്ളവൻ പ്രാർത്ഥിക്കും. അതിന് ഇങ്ങനെ നിൽക്കണം, ഇങ്ങോട്ട് തിരിയണം, അങ്ങോട്ട് തിരിയണം എന്നൊന്നുമില്ല. ദൈവം സർവ്വവ്യാപിയാണ്. മനുഷ്യന്റെ കണക്കൂടലുകളും കണ്ടുപിടുത്തങ്ങളും ആരുടെയൊക്കെയോ മേൽക്കോയ്മ, ആരുടെയൊക്കെയോ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള വ്യഗ്രതകളിൽ നിന്നാണ് ഒരുപക്ഷെ ചില ചിട്ടവട്ടങ്ങൾ, ചട്ടക്കൂടുകൾ, ഫ്രെയിംഡ് പ്രേയേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ദൈവം സർവ്വവ്യാപിയാണ്. ദരിദ്രന്റെയും വിനീത ഹൃദയന്റെയും ആത്മാവിൽ ജ്വാലയുള്ള ഏവന്റെയും വിലാപങ്ങൾ, പ്രാർത്ഥനകൾ, ഹൃദയസ്തുതികൾ, ആത്മസ്തോത്രങ്ങൾ, അധരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത ആത്മാവിൽ ഉണർന്ന് ഹൃദയത്തിൽ പേറി ദൈവസന്നിധിയിൽ എത്തണമെന്നവൻ കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ മേഘങ്ങളെ തുളയ്ക്കുന്ന അവൻ്റെ വിനീതമായ പ്രാർത്ഥന, അത് കർത്തൃസന്നിധിയിലെത്തി കർത്താവ് അത് കേട്ടു എന്ന് അവൻ്റെ ആത്മാവിൽ ഒരു ബോധ്യം ലഭിക്കുന്നവരെ അവൻ സ്വസ്ഥനായിട്ടിരിക്കില്ല. ചില ആളുകൾ ചില നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി പ്രാർത്ഥനകളെ, ബലികളെ ഒക്കെ അവൻ്റെ സ്വാർത്ഥപരമായ വഴികളിലൂടെ കൊണ്ടുപോകുന്നത് കാണാം. ചില ആളുകൾ ബലിയർപ്പിക്കുമ്പോഴോ ബലിയിൽ പങ്കെടുക്കുമ്പോഴോ ബലിയായി തീരാനുള്ള ആത്മപ്രവേഗം നഷ്ടപ്പെടുത്തിയിട്ട് എന്തൊക്കെയോ ചേഷ്ടകളിൽ, എന്തൊക്കെയോ ചില കുരുക്കുകളിൽ പെട്ടിട്ടുള്ള വ്യാപന രീതി പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും വിനീത ഹൃദയന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് കർത്തൃകാതുകളിൽ എത്തിക്കും. വിനയമുണ്ടാകട്ടെ. ആ വിനയമുള്ള മനസ്സിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരട്ടെ. ദൈവം തീർച്ചയായും തക്ക സമയത്ത് മറുപടി തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.